ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ഫെബ്രുവരി മാസത്തെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. കറണ്ട് അഫയർ എന്ന് പറയുമ്പോഴേ ഏറ്റവും ആദ്യം ആളുകൾ ചോദിക്കുന്നത് PSC ബുള്ളറ്റിലെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും PSC ബുള്ളറ്റിലെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. PSC ബുള്ളറ്റിലെ കാര്യങ്ങൾ മാത്രമല്ല, മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നൽകുന്ന വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരു 15 വിഭാഗങ്ങളായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഏകദേശം 200ഓളം ചോദ്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഏകദേശം ഒരു 15 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ്, അതായത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആനുകാലികം. ഇത് ടൈം സ്റ്റാമ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈമിംഗ് നോക്കിയിട്ട് അത് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ കാര്യങ്ങൾ ടൈമിംഗ് നോക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട ആനുകാലികം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതാണ് വളരെ പ്രധാനപ്പെട്ട ആനുകാലികത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുപോലെ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ, അതുപോലെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അതുപോലെ കേരളത്തിലെ പ്രധാന സംഭവങ്ങൾ, ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ, അതുപോലെ തന്നെ കലാ സംസ്കാരം, പുരസ്കാരം, ഒരുപാട് അവാർഡ്സൊക്കെ ചോദിക്കാറുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ എക്കണോമിക്സ്, അന്താരാഷ്ട്രത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഇനിയിപ്പോൾ എന്താണ്, കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള എക്സാംസാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ബുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട ദിനങ്ങൾ, അവയുടെ തീമുകൾ, അതുപോലെ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഇൻഡെക്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം പലതരം ഇൻഡെക്സുകളുണ്ടല്ലോ. ഇപ്പം പോവർട്ടി ഇൻഡെക്സ്, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡെക്സുകളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാന ദിനങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സൈന്യം എന്ന് പറയുമ്പോഴത്തേക്ക് കരസേന, വ്യോമസേന, നാവികസേന, ഇവയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രധാനപ്പെട്ട നിര്യാണങ്ങൾ, നിയമനത്തിൽ നിന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ PDF തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ടാക്സില എന്നാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെയൊക്കെ പേര്. അപ്പം ടെലഗ്രാമിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അവിടെ നിന്ന് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും മതി, അവിടെയും കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഇപ്പോൾ ആദ്യമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അവരൊന്നും കമൻറ്റ് ചെയ്യില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വരെയൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഒരു റെസ്പോൺസ് പോലും ഇല്ലാതെ പോകുന്ന ആളുകളുണ്ട്. ഒരു ലൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് പോലും ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇടുക. എന്തെങ്കിലും അഭിപ്രായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഭിപ്രായം ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് എങ്കിലും ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പം വളരെ പ്രധാനപ്പെട്ട ആനുകാലികം നമ്മൾ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. ഹെഡിങ് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട 15 ഹെഡിങ്ങൾ. അവിടെ ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെഗ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ആനുകാലികം. അതായത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ചാൻസ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലൊന്ന് കേട്ടിരുന്നെങ്കിൽ മാർക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയേക്കാവുന്ന തരം ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആനുകാലികത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഓരോരോ സെഗ്മെൻറ്റായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മിസ് ഇന്ത്യ കിരീടം 2020 നേടിയത് ആര്? ഒരുപക്ഷെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. മിസ് ഇന്ത്യ കിരീടം 2020 നേടിയത് ആരാണ്? മാനസ വാരണാസിയാണ്. തെലുങ്കാനക്കാരിയാണ്. ഹൈദരാബാദ് തെലുങ്കാനക്കാരിയാണ് കേട്ടോ. ഇതാണ് മാനസ വാരണാസി. ഓർത്തോളുക, മാനസ വാരണാസി. അതുപോലെ തന്നെ മിസ് ഗ്രാൻഡ് ഇന്ത്യ 2020 കിരീടം നേടിയത് ആര്? മിസ് ഗ്രാൻഡ് ഇന്ത്യ 2020 കിരീടം നേടിയത് മണിക ഷിയോഖണ്ഡാണ്. മണിക ഷിയോഖണ്ഡ് ഹരിയാനക്കാരിയാണ്. മണിക ഷിയോഖണ്ഡ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആര്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റിൻ്റെ പേരാണ് ആയിഷ അസീസ്. കാശ്മീരുകാരിയാണ് ആയിഷ അസീസ്. ക്ഷേത്രകലാ അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേതിൽ ദേവികയാണ്. മേതിൽ ദേവിക. കലാശ്രീ പുരസ്കാരം നേടിയത് മേതിൽ ദേവിക. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗം കൂടിയ ആദ്യ സംസ്ഥാനം
പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗമാണ് ചോദിച്ചത്. പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗം കൂടിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇനിയിപ്പം ചോദ്യം ഇങ്ങനെ മാറുകയാണ്, പൂർണ്ണമായും കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP ആയിട്ട് മാറും കേട്ടോ. അത് ഉത്തർപ്രദേശാണ്. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോക്കും. അപ്പം ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്? പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗം സംഘടിപ്പിച്ചത് ഹിമാചൽ പ്രദേശ്. ഇതിനൊക്കെ ആപ്പ് വരുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു യൂണിഫൈഡ് ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കും കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് നോക്കും. പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗം കൂടിയ ആദ്യത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അതുപോലെ അടുത്തിടെ ടൈഗർ റിസർവായി അംഗീകാരം ലഭിച്ച മേഘമലൈ ആൻഡ് ശ്രീവില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ 5ാമത്തെ കടുവാ സങ്കേതമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ 51ാമത്തെ കടുവാ സങ്കേതമാണ് തമിഴ്നാട്ടിൽ വന്നത്. അപ്പോൾ രാജ്യത്തെ 51ാമത്തെ കടുവാ സങ്കേതമാണ് ഇവിടെ വന്നത്, തമിഴ്നാട്ടിൽ വന്നത്. മേഘമലൈ ആൻഡ് ശ്രീവില്ലിപുത്തൂർ. ഇന്ത്യയുടെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിക്കുവാൻ പോകുന്നത് എവിടെ? ജിയോ തെർമൽ എനർജി, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചൂട് വെച്ചിട്ട് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്റ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയിൽ. അത് വരുന്നത് ലഡാക്കിലാണ്. ഓർക്കാൻ എളുപ്പമുണ്ട്, പുക വില്ലേജ് എന്ന് ഓർത്താൽ മതി. നമുക്കറിയാവുന്ന പുകയുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ടില്ലേ, പുക വില്ലേജാണ് നമ്മൾ തൽക്കാലം പുക എന്ന് പറയുന്നത് കേട്ടോ. പുക വില്ലേജ്. അപ്പം ഇതുപോലെ പുകയൊക്കെ ഉണ്ട്. ഈ പുകയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പടം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എവിടെയാണ് ഇത് വരുന്നത്? പുക വില്ലേജിലാണ്. ലഡാക്കിലെ പുക വില്ലേജിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ്റെ പേരാണ് ചോദിച്ചത്. അതിൻ്റെ പേര് കപില എന്നാണ്. IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ്, തുടങ്ങിയവയ്ക്കാണ് IPRൻ്റെ അകത്ത് വരിക. അപ്പം അതിനെപ്പറ്റി ആളുകൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരാണ് കപില എന്നുള്ളത്. ഇതിൻ്റെ ഫുൾ ഫോം കലാം പ്രോഗ്രാം ഫോർ IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ്. IP ലിറ്ററസി ആൻഡ് അവയർനെസ് എന്നുള്ളതാണ് കേട്ടോ. കപില എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് കപില എന്നുള്ളത്. 2021 ഫെബ്രുവരി 6 150ാമത് ജന്മദിനവാർഷികം ആഘോഷിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CV കുഞ്ഞിരാമൻ നായരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് CV കുഞ്ഞിരാമൻ നായർ. 150ാമത് ജന്മവാർഷികം 2021 ഫെബ്രുവരിയിൽ ആഘോഷിച്ചത് CV കുഞ്ഞിരാമൻ ആണ്. കേരളത്തിലെ ആദ്യ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളത്താണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് നിലവിൽ വന്നത്. ഹ്യൂമൻ മിൽക്ക് ബാങ്ക്, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എവിടെയാണ്? എറണാകുളത്ത് ആണ്. വിദ്യാഭ്യാസ മന്ത്രാലയം സമഗ്ര ശിക്ഷ സ്കീമിൻ്റെ കീഴിലുള്ള സ്കൂളുകളെയും ഹോസ്റ്റലുകളെയും ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ ഓർത്തോണം, സർവശിക്ഷ അഭിയാൻ്റെ കീഴിലുള്ള കാര്യങ്ങളെല്ലാം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലേക്കാണ് റീനെയിം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സമഗ്ര ശിക്ഷ അഭിയാൻ ആരുടെ പേരിലേക്ക് റീനെയിം ചെയ്യുന്നു? നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലേക്ക് റീനെയിം ചെയ്യുന്നു. അടുത്തിടെ കർഷകർക്കായി കുട്ടനാട്ടിൽ നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി റേഡിയോ സർവീസിൻ്റെ പേര് എന്താണ്? കുട്ടനാട് FM എന്നാണ് കേട്ടോ. കുട്ടനാട് FM എന്നാണ്. കമ്മ്യൂണിറ്റി റേഡിയോ സർവീസിൻ്റെ പേര് കുട്ടനാട് FM എന്നാണ്. എവിടെയാണ് നടപ്പിലാക്കിയത്? ആലപ്പുഴയിലാണ്. അതൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കളക്ടറായിട്ടുള്ള വാസുകിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുട്ടനാട് FM 90.0 എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്, കുട്ടനാട് FM. കർഷകർക്കായിട്ട് കുട്ടനാട്ടിൽ നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് എന്ത്? കുട്ടനാട് FM എന്ന് പറയാം. കുട്ടനാട് FM 90.0. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മാ പദ്ധതി ആരംഭിച്ചത് തമിഴ്നാടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. എവിടെയാണ്? ബംഗാളാണ് കേട്ടോ. ബംഗാളാണ്. ദീദീസ് മാ ക്യാൻറ്റീൻ, ഫുഡ് അറ്റ് 5 rupees എവിടെയാണ് ആരംഭിച്ചത്? ബംഗാളിലാണ്. അടുത്തിടെ ഏത് സ്റ്റേഡിയത്തിനാണ് നരേന്ദ്രമോദിയുടെ പേര് നൽകിയത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ മൊട്ടേര സ്റ്റേഡിയം അടുത്തിടയ്ക്ക് പേര് മാറ്റി. എങ്ങോട്ട് മാറ്റി? പ്രൈം മിനിസ്റ്ററുടെ പേര് കൊടുത്തു.
നരേന്ദ്രമോദിയുടെ പേര് നൽകിയുണ്ടായി ഈ ഒരു സ്റ്റേഡിയത്തിന്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് എന്ത്? മൊട്ടേര സ്റ്റേഡിയം. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് രാംനാഥ് കോവിന്ദാണ്. മൂലധന അപര്യാപ്തതയും അതുപോലെ തന്നെ വരുമാനവും കാരണമാക്കി SBI അടുത്തിടെ ലൈസൻസ് റദ്ദാക്കിയ ബാങ്ക് ഏത്? SBI അടുത്തിടയ്ക്ക് ലൈസൻസ് റദ്ദാക്കിയ ബാങ്കിൻ്റെ പേരാണ് ശിവം സഹകാരി ബാങ്ക്. മഹാരാഷ്ട്രയിലെ ബാങ്കാണ് ശിവം സഹകാരി ബാങ്ക്. അപ്പം അടുത്തിടയ്ക്ക് ലൈസൻസ് റദ്ദായ ബാങ്കിൻ്റെ പേരാണ് ശിവം സഹകാരി ബാങ്ക്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എഴുതിയത് ആരാണ്? ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ദലൈലാമയുടെ ബുക്കിൻ്റെ പേരാണ്, പുതിയ ബുക്കിൻ്റെ പേരാണ് എന്ത്? ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്നുള്ളത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി കരാർ ഒപ്പിട്ട സഹതൂത്ത് ഡാം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് അവിടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാം നിലവിൽ വരുന്നുണ്ട്. സഹതൂത്ത് ഡാം എന്നാണ് അതിൻ്റെ പേര്. എവിടെ സ്ഥാപിക്കാനാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്? അത് കാബൂളിലാണ്, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് അത് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം. എവിടെയാണ് വരുന്നത്? കാബൂളിലാണ്. കാബൂൾ. ഏത് രാജ്യമാണ് ലോകത്തിലെ ആദ്യത്തെ എനർജി ഐലൻഡ് സ്ഥാപിച്ചത്? എവിടെയാണ്? ഡെൻമാർക്കിലാണ്. ഈ കാണുന്ന പോലെ ഇത് ഐലൻഡ് അല്ല. ഈ ഒരു ഐലൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓരോ ട്രാൻസ്ഫോമറും പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആക്ച്വലി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാറ്റാടി പാടങ്ങളിൽ നിന്നാണ് കേട്ടോ. ഈ കാറ്റാടി പാടങ്ങളിൽ നിന്നാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നത്, 2 കടലിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ കാറ്റടിക്കുന്ന സ്ഥലമുണ്ട് ഡെൻമാർക്കിൽ. അത് അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഈ ഐലൻഡിൽ ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളും ട്രാൻസ്ഫോമറൊക്കെയാണ് ഈ ഒരു ഐലൻഡിൽ ഉള്ളത്. കാറ്റാടിയിൽ നിന്നാണ് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊരു സംവിധാനം എവിടെയാണ് നിലവിൽ വന്നത്? ലോകത്തിൽ തന്നെ ഇങ്ങനെ ആദ്യത്തെ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത് ഡെൻമാർക്കിലാണ്. ഐലൻഡിൽ ശരിക്കും ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ സർവീസ് നൽകുന്നതിനായി അടുത്തിടെ ഏത് കമ്പനിയാണ് ഗൂഗിളുമായിട്ട് കൈകോർത്തത്? ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ സർവീസ് അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് സർവീസ് നൽകുവാൻ വേണ്ടിയിട്ട് അടുത്തിടെ ഗൂഗിളുമായിട്ട് കൈകോർത്ത കമ്പനിയുടെ പേരാണ് ഫോർഡ് കേട്ടോ. ഫോർഡും ഗൂഗിളും കൂടാണ് ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് പുതിയൊരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഫോർഡാണ് ഗൂഗിളുമായിട്ട് സഹകരിക്കുന്ന കമ്പനിയുടെ പേര് ഫോർഡാണ്. അടുത്തിടെ പുറത്തു വന്ന സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയത് ആരാണ്? ജെഫ് ബെസോസ് ആണ് കേട്ടോ. ജെഫ് ബെസോസ് ആണ്, ആമസോണിൻ്റെ CEO ആണ്. ഇതിപ്പോൾ CEO പദവി രാജിവെക്കുകയുണ്ടായി. ഇതിപ്പോൾ നമ്മൾ അന്താരാഷ്ട്രം നോക്കുന്ന സമയത്ത് നമ്മൾ പറയും കേട്ടോ ആരാണ് ഇപ്പോൾ പുതിയ CEO ആരാണെന്ന്. ആൻറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. ആൻറ്റി നമ്മൾ നോക്കും. പുതിയ CEOയുടെ പേര് ആൻറ്റി എന്നാണ്. അടുത്തിടെ ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും സംയുക്ത നാവിക അഭ്യാസമായ പാസെക്സ് നടന്നത് എവിടെ? ഏത് സമുദ്രത്തിലാണ് പാസെക്സ് നടന്നത് എന്ന് ചോദിച്ചാൽ അറേബ്യൻ സീയിലാണ് കേട്ടോ. അറേബ്യൻ കടലിലാണ്. ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും സംയുക്ത നാവിക അഭ്യാസമായ പാസെക്സ് നടന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അതുപോലെ അടുത്തിടെ അന്തരിച്ച വിഷ്ണു നാരായണൻ നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷ്ണു നാരായണൻ നമ്പൂതിരി അദ്ദേഹം ഏത് മേഖല എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബേസിക്കലി ഒരു കവിയാണ്. ഇപ്പം മേഖല ഏതെന്ന് ചോദിച്ചാൽ സാഹിത്യകാരനാണ് കേട്ടോ. സാഹിത്യകാരനാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി. കവിയാണ്, സാഹിത്യകാരനാണ്. നോർത്ത് ഇന്ത്യയിലെ ആദ്യ ഡോഗ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ് കേട്ടോ. ചണ്ഡീഗഡ്. ആദ്യത്തെ ഡോഗ് പാർക്ക് ചണ്ഡീഗഡിൽ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ സീ ടണൽ നിർമ്മിക്കുവാൻ പോകുന്ന സ്ഥലം എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അണ്ടർ സീ ടണൽ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് മുംബൈയിലാണ്. അടുത്തിടെ കർണാടകയുടെ 31ാമത് ജില്ലയായി രൂപം കൊണ്ടത് ഏത് ജില്ലയാണ്? കർണാടകയിലെ ഏറ്റവും പുതിയ ജില്ല അല്ലാന്നുണ്ടെങ്കിൽ 31ാമത്തെ ജില്ലയുടെ പേരാണ് വിജയനഗര സാമ്രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം വിജയനഗരയാണ് കർണാടകയുടെ 31ാമത്തെ ജില്ല. ബെല്ലാരി രാജ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ബെല്ലാരി എന്ന് പറയുന്ന ജില്ലയെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് വിജയനഗര എന്ന് പറയുന്ന പുതിയൊരു ജില്ല കർണാടകയിൽ നിലവിൽ വരുന്നത്. അത് എത്രാമത്തെ ജില്ലയാണ്? 31ാമത്തെ ജില്ലയാണ്. അടുത്തിടെ കവി ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ സ്മരണാർത്ഥം വിദേശ ഭാഷാ സെൻറ്ററും സുഗതകുമാരിയുടെ പേരിൽ സ്മൃതി വനവും സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് എവിടെയാണ്? കവി അയ്യപ്പ പണിക്കരുടെ സ്മരണാർത്ഥം
വിദേശ ഭാഷാ സെൻറ്ററും സുഗതകുമാരിയുടെ പേരിൽ സ്മൃതി വനവും സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് എവിടെയാണ്? കാര്യവട്ടം ക്യാമ്പസിലാണ്. ട്രിവാൻഡ്രത്ത് കാര്യവട്ടം ക്യാമ്പസിലാണ്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാര്യവട്ടത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ സ്മരണയ്ക്കും അതുപോലെ തന്നെ സുഗതകുമാരിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്നത് എവിടെയാണ്? കാര്യവട്ടത്ത് ആണ്. ഏത് കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായാണ് അടുത്തിടെ പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുവാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചത്? ഏത് കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ് അടുത്തിടെ പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുവാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ കേരളമാണ്. പറമ്പിക്കുളം കടുവാ സങ്കേതം അതിൻ്റെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോലമായിട്ട് പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ, കേരളമാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 1 ലക്ഷം രൂപയാണ് പ്രൈസ്. ഇനിയിപ്പോൾ അടുത്ത സെഗ്മെൻറ്റാണ് കേരളത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ നമുക്ക് നോക്കാം. ഒറ്റപ്പാലത്ത് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ്? ഒറ്റപ്പാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക്, ഡിഫൻസ് പാർക്ക് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? പാലക്കാട് ഒറ്റപ്പാലത്ത് ആണ്. കൊച്ചി തുറമുഖത്ത് സാഗരിക രാജ്യാന്തര ക്രൂസ് ടെർമിനൽ, അതുപോലെ തന്നെ കൊച്ചി കപ്പൽശാലയുടെ വിഹാൻ സാഗർ, അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഉദ്ഘാടനം ചെയ്തത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഫെബ്രുവരി മാസത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം വന്ന സമയത്ത് ഇതെല്ലാം ഇനോഗ്രേറ്റ് ചെയ്തു. എന്തൊക്കെയാണ്? സാഗരിക രാജ്യാന്തര ക്രൂസ് ടെർമിനൽ, അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഷിപ്പാണ് സാഗരിക രാജ്യാന്തര ക്രൂസ് ടെർമിനൽ. അതുപോലെ തന്നെ കൊച്ചി കപ്പൽശാലയുടെ വിഹാൻ സാഗർ, മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി ആണ്. അടുത്തിടെ സീബ്ര ഫിഷ് റിസർച്ച് ഫെസിലിറ്റി സ്ഥാപിതമായത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സീബ്ര ഫിഷ് റിസർച്ച് ഫെസിലിറ്റി സ്ഥാപിതമായത്. എവിടെയാണ്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആണ്. അടുത്തിടെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പശ്ചിമതീര ജലപാത ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? വേളി മുതൽ വർക്കല വരെയാണ് കേട്ടോ. വേളി മുതൽ വർക്കല വരെയാണ് പശ്ചിമതീര ജലപാത ബന്ധിപ്പിക്കുന്നത്. വേളി മുതൽ വർക്കല വരെ. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രൈബൽ താലൂക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അട്ടപ്പാടിയാണ്. അട്ടപ്പാടി കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. ഗോത്രവർഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായി സ്മാരകം പണിയുന്നതിന് തറക്കല്ലിട്ടത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ് ഗോത്രവർഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായിട്ട് സ്മാരകം പണിയുന്നത് കോഴിക്കോടാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? കേരള പോലീസ് ആരംഭിച്ചതാണ്. അതിൻ്റെ പേര് നിർഭയ എന്നാണ് കേട്ടോ. 2021 ഫെബ്രുവരിയിൽ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? നിർഭയ എന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് അല്ല ആരംഭിച്ചത്, കേരള ഗവൺമെൻറ്, കേരള പോലീസ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് എന്ത്? നിർഭയ. സ്ത്രീ സുരക്ഷയാണ് ഉദ്ദേശം. ഇനിയിപ്പോൾ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ അഥവാ പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നോക്കാം. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത്? രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഈ കൊച്ചി കേരളത്തിലാണ്. അപ്പം ഈ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം, ആദ്യം ഇത് നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സജി ഗോപിനാഥാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഫുൾ പേര്. അടുത്തിടെ കേരളത്തിലെ ഏത് ഗാർഡനിലാണ് ഓർക്കിഡ് പ്രൊജക്റ്റിന് അനുമതി ലഭിച്ചത്? ഏത് ഗാർഡനിലാണ്? പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനാണ് എന്ത് ലഭിച്ചത്?
ഓർക്കിഡ് പ്രോജക്റ്റിന് അനുമതി ലഭിച്ചത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. കേരളത്തിലെ വനിതകളെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്ന് കുടുംബങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കൃഷി വകുപ്പും വനിതാ സ്വസ്തി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? വിത്ത് മുതൽ വിളവ് വരെ എന്നാണ്. തൊഴിൽ സംരംഭക അവസരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ വെബ്സൈറ്റിൻ്റെ പേര് എന്താണ്? തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകുക, അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് www.selfemployment.kerala.government.gov.in www.selfemployment.kerala.gov.in എന്നാണ് ആ ഒരു സൈറ്റിൻ്റെ പേര്. ക്ഷീര കർഷകരുടെയും കുടുംബാംഗങ്ങളുടെയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ക്ഷീരസാന്ത്വനം എന്നാണ്. കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ക്ഷീരസാന്ത്വനം. സംസ്ഥാനത്ത് പുതുതായി രൂപീകരിച്ച 5ാമത് റേഷൻ കാർഡിൻ്റെ നിറം എന്താണ്? ബ്രൗൺ കാർഡാണ് കേട്ടോ. ബ്രൗൺ കാർഡാണ് പുതുതായിട്ട് രൂപീകരിച്ച കാർഡ് എന്താണ്? ബ്രൗൺ കാർഡാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് എന്താണ്? യെല്ലോ കാർഡിനാണ്. ഇതുവരെ ഏറ്റവും പ്രയോറിറ്റി ഇല്ലാതിരുന്നൊരു കാർഡ് എന്തായിരുന്നു? വൈറ്റ് കാർഡായിരുന്നു. ഇപ്പം എന്താണ്? പുതുതായിട്ട് ഒരു കാർഡും കൂടെ വന്നു, ബ്രൗൺ കാർഡ്. അതും നോൺ പ്രയോറിറ്റി ആണ് കേട്ടോ. നോൺ പ്രയോറിറ്റിയാണ് ബ്രൗൺ കാർഡും. അപ്പം അന്ത്യോദയ അന്നയോജന കാർഡ് ഏതെന്ന് ചോദിച്ചാൽ അത് യെല്ലോ കാർഡാണ്. അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗമാണ് ഏത്? ഈ പറഞ്ഞ പോലെ തന്നെ പിങ്ക് കളറിൽ വരുന്നത്. പിന്നീട് ബ്ലൂ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഇപ്പം പുതുതായിട്ട് വന്നത് എന്താണ്? ബ്രൗൺ കളറാണ്. അന്ത്യോദയ അന്ന യോജന, അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. AAY സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് അന്ത്യോദയ അന്ന യോജന. യെല്ലോ കാർഡാണ്. ഇനിയിപ്പം നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടെ ഒരു യാത്ര ചെയ്യാം. എന്തൊക്കെയാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഏത് ഇന്ത്യൻ പട്ടണമാണ് അതിൻ്റെ പേര് നർമ്മദാപുരം എന്ന് മാറ്റും എന്ന് പ്രഖ്യാപിച്ചത്? നർമ്മദാപുരം എന്ന് മാറ്റുന്നത് ഹോഷംഗാബാദാണ്. മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് എന്നുള്ള പട്ടണത്തിൻ്റെ പേരാണ് എങ്ങനെയാക്കി മാറ്റുന്നത്? നർമ്മദാപുരം എന്നാക്കി മാറ്റുന്നത്. ഹോഷംഗാബാദ്. അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ യൂണിയൻ ടെറിട്ടറി, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ഏതാണ്? അവിശ്വാസ പ്രമേയം പാസ്സായി, പ്രസിഡന്റ് ഭരണം നിലവിൽ വന്നു. ആ ഒരു യൂണിയൻ ടെറിട്ടറി ഏതാണ്? പുതുച്ചേരിയാണ്. പുതുച്ചേരി തമിഴ്നാടിൻ്റെ ഭാഗമാണ്. എന്ത്? പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയാണ്. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരി. ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനായി ഡൽഹി ഗവൺമെൻറ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരെന്താണ്? സ്വിച്ച് ഡൽഹി എന്നാണ്. ഡൽഹി ഗവൺമെൻറ് നടത്തുന്ന ക്യാമ്പയിനാണ് സ്വിച്ച് ഡൽഹി. മറ്റൊരു ക്യാമ്പയിൻ കൂടിയുണ്ട്, നമ്മൾ നോക്കും കേട്ടോ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് മറ്റൊരു ക്യാമ്പയിൻ കൂടി ഫെബ്രുവരി മാസത്തിൽ തന്നെ നടന്നു. നമുക്ക് നോക്കാം. അടുത്തിടെ മൊബൈൽ കമ്പോണൻസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടാറ്റ ഇലക്ട്രോണിക്സുമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനം ഏതാണ്? ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ട് കരാറിൽ ഏർപ്പെട്ടത് തമിഴ്നാടാണ്. ആദ്യമായി പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പേപ്പർലെസ് ബജറ്റ്. ഇതാണ് മുമ്പേ പറഞ്ഞത്, ഇവിടെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ആദ്യമായിട്ട് പേപ്പർലെസ് ലെജിസ്ലേച്ചർ കൂടിയത് എവിടെയാണെന്നാണ് പറഞ്ഞത്? ഹിമാചൽ പ്രദേശ് ആയിരുന്നു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോറുള്ള ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഹൈവേ ഏതാണ്? ഹൈവേ ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണ്. ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഹൈവേയുടെ ഇതുപോലെ തന്നെ ഓവർബ്രിഡ്ജ് പോലെ തന്നെ മുകളിൽ ചെറിയ വനം പോലെയൊക്കെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു. അതിനെയായിരിക്കും എന്ത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ എന്ന് വിളിക്കാം. അപ്പം ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോറുള്ള ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഹൈവേ ആണ് ഡെറാഡൂൺ എക്സ്പ്രസ് വേ. ഡൽഹി ടു ഡെറാഡൂൺ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് എവിടെ?
ബോട്ടിൻ്റെ ഉള്ളിൽ ലൈബ്രറി സ്ഥാപിച്ചു. അതെവിടെ? കൊൽക്കത്തയിലാണ് ഏറ്റവും ആദ്യത്തെ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് കൊൽക്കത്തയിൽ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ തണ്ടർ സ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡ് നിലവിൽ വന്നത് എവിടെയാണ്? തണ്ടർ സ്റ്റോം, ഇടിമിന്നലിനകത്തൊക്കെ റിസർച്ച് നടത്തുന്ന തണ്ടർ സ്റ്റോം റിസർച്ച് ബെഡ് നിലവിൽ വന്നത് ഒഡീഷയിലാണ്. ബാലസോർ എന്നാണ് അതിൻ്റെ പേര്. ബാലസോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒഡീഷയിലാണ് ഇത് നിലവിൽ വന്നത്. അടുത്തിടെ ഏത് നാഷണൽ പാർക്കാണ് ടൂറിസ്റ്റുകൾക്കായി സൈക്കിൾ സഫാരി ആരംഭിച്ചത്? ടൂറിസ്റ്റുകൾക്കായിട്ട് ആരംഭിച്ചത് മനാസ് നാഷണൽ പാർക്കാണ്. ആസാമിലെ മനാസ് നാഷണൽ പാർക്കിലാണ് ടൂറിസ്റ്റുകൾക്കായി സൈക്കിൾ ഫെസിലിറ്റി ഏർപ്പെടുത്തിയത്. ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിനെയാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ട്രീ സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദരാബാദാണ്. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എയർ പ്യൂരിഫയർ ഫിൽട്ടർ നിലവിൽ വന്നത് എവിടെയാണ്? എയർ പ്യൂരിഫയർ ഫിൽട്ടർ നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. എയർ പ്യൂരിഫയർ ഫിൽട്ടർ നിലവിൽ വന്നത് ചണ്ഡീഗഡാണ്. ഡൽഹിക്കൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് എന്താണ്, എയറൊക്കെ നല്ല രീതിയിൽ മലീമസമായിരിക്കും. ഡൽഹി അറിയാമല്ലോ, നല്ല രീതിയിൽ എയറിൻ്റെ ക്വാളിറ്റി വളരെയധികം മോശമാണ്. അപ്പം അതിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് എന്ത്? ചണ്ഡീഗഡ്. അപ്പം അവിടെയാണ് എന്ത്? എയർ പ്യൂരിഫയർ ഫിൽട്ടർ നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. കാർബൺ വാച്ച് പുറത്തിറക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡാണ്. കാർബൺ വാച്ച് പുറത്തിറക്കിയ കേന്ദ്രഭരണ പ്രദേശവും ചണ്ഡീഗഡ് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ആപ്പാണ് കേട്ടോ. കാർബൺ വാച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആപ്പാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വേസ്റ്റ്, റീസൈക്ലിങ്, ഗ്യാസ്, ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി, ഓഫ്സെറ്റ്, ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു, ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തുമാത്രം കാർബൺ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയൊക്കെ സാധിക്കും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫൈനും പെനാൽറ്റീസൊക്കെ ഗവൺമെൻറ്റിന് ഏർപ്പെടുത്തുവാനും സാധിക്കും. അതാണ് കാർബൺ വാച്ച് ആപ്പ് എന്നറിയപ്പെടുക. കാർബൺ വാച്ച് എവിടെയാണ് ഇറക്കിയത്? ചണ്ഡീഗഡിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആംപ്യൂട്ട് ക്ലിനിക്ക് നിലവിൽ വരുന്നതും എവിടെ തന്നെയാണ്? ചണ്ഡീഗഡിൽ തന്നെയാണ് കേട്ടോ. ചണ്ഡീഗഡിൽ തന്നെയാണ് ആംപ്യൂട്ട് ക്ലിനിക്ക് നിലവിൽ വരുന്നത്. ചണ്ഡീഗഡിലെയാണ്. PGIMER എന്ന് പറയുന്ന മെഡിക്കൽ സ്ഥാപനത്തിലാണ്. 2021 ഫെബ്രുവരിയിൽ, അതായത് 16 മുതൽ 17 വരെ തെഹരി ലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? അല്ലെങ്കിൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. തെഹരി ലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ഉത്തരാഖണ്ഡിലാണ്. തെഹരി ലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ഉത്തരാഖണ്ഡിലാണ്. ഏത് മെട്രോയാണ് രാജ്യത്ത് ആദ്യമായി അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോച്ചുകൾ അണുവിമുക്തം ആക്കിയത്? റെയിൽ കോച്ചുകൾ അണുവിമുക്തമാക്കിയത് ലക്നൗ മെട്രോയാണ്. ലക്നൗ മെട്രോ. ഇന്ത്യയുടെ ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. പഴങ്ങളൊക്കെ കേടുപാട് പറ്റാതെ ആന്ധ്രയിൽ നിന്ന് നോർത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ ഫ്രൂട്ട് ട്രെയിൻ നിലവിൽ വന്നത്. ഏത് സംസ്ഥാനത്തിലെ വനം വകുപ്പാണ് അടുത്തിടെ വാട്ടർ ബേർഡ് സെൻസസ് നടത്തിയത്? ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ്. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് ആണ് അവിടെ നടത്തിയത്. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് 2021 കേസാണ് പറഞ്ഞത്. ഇവിടെ ലോകമൊക്കെ 2018 2021 നടത്തി. ബംഗാൾ. അടുത്തിടെ ഡിസേബിൾഡ് എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട്. ഡിസേബിൾഡ് എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് സ്ഥാപിച്ചത് ഇതുപോലെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന, കേടുപാട് പറ്റിക്കിടക്കുന്ന എയർക്രാഫ്റ്റുകൾ പ്രവർത്തന സജ്ജമാക്കുക എന്നുദ്ദേശത്തോടു കൂടി ഡിസേബിൾഡ് എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കെമ്പഗൌഡ എയർപോർട്ടിലാണ്. ആദ്യമായി നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? നാഷണൽ ഇ വിധാൻ സംവിധാനം ഉപയോഗിച്ചത് ഒഡീഷയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ലെജിസ്ലേച്ചറൊക്കെ കൂടുവാൻ വേണ്ടിയിട്ട്, ഓൺലൈനായിട്ട് ലെജിസ്ലേച്ചറൊക്കെ കൂടുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. ഇതാദ്യമായിട്ട് ഉപയോഗിച്ചത് ഒഡീഷയാണ്. എല്ലാ സ്റ്റേറ്റിനും ഇത് ഉപയോഗിക്കാം കേട്ടോ. നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. ഡിജിറ്റൽ ലെജിസ്ലേച്ചർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ലെജിസ്ലേച്ചറൊക്കെ ഓൺലൈനായിട്ട് കൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ചതാണ്. പ്രത്യേകിച്ചും കൊറോണയുടെയൊക്കെ സാഹചര്യത്തിൽ ഡിജിറ്റലായിട്ട് കൂടാം എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. അടുത്തിടെ ഏത് സംസ്ഥാനത്തെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഗോത്രമേഖലയിൽ തേനീച്ച വളർത്തലിന് പ്രോത്സാഹനം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിന് പ്രോത്സാഹനം നൽകി? തേനീച്ച വളർത്തലിന്. പുറിച്ചി തലൈവ അമ്മ കോംപ്രിഹെൻസീവ് ആക്സിഡൻറ്റ് കം ലൈഫ് ഇൻഷുറൻസ് സ്കീം പദ്ധതി കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? തമിഴ്നാടായിരിക്കും. ഇലക്ഷനൊക്കെ മുമ്പ് സ്റ്റാലിൻ ഗവൺമെൻറ്റൊക്കെ മുമ്പ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു ഇൻഷുറൻസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു തമിഴ്നാട്ടിൽ. അടുത്തിടെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി 200 മില്ലി പാൽ നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 200 ml പാൽ എല്ലാ കുട്ടികൾക്കും, സ്കൂൾ കുട്ടികൾക്കും നൽകാൻ തീരുമാനിച്ചത് സിക്കിമാണ്. സിക്കിം. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് പ്രൊജക്റ്റ് ഉദ്ഭവ് നടപ്പിലാക്കിയത്? സിക്കിമിലാണ്. പ്രൊജക്റ്റ് ഉദ്ഭവ് നടപ്പിലാക്കിയത് സിക്കിമിൽ തന്നെയാണ്. വേറൊന്നുമല്ല, സാനിറ്റൈസേഷൻ തന്നെയാണ്. സ്കൂൾ കുട്ടികളെ സാനിറ്റൈസേഷൻ അവെയറാക്കുക എന്നുള്ളതാണ്. അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്റ്റ് ഉദ്ഭവ് എവിടെ ആരംഭിച്ചത്? സിക്കിമിൽ ആരംഭിച്ചത്. അല്ലാതെ റിവറുമായിട്ടൊന്നും ബന്ധമില്ല. പ്രൊജക്റ്റ് ഉദ്ഭവം എന്ന് പറയുമ്പോഴത്തേക്ക് സംഗതി ഇതാണ്, സാനിറ്റൈസേഷനാണ് മെയിൻ, കുട്ടികളുടെ ഹൈജീൻ അതാണ് പ്രധാനം. അത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് പ്രൊജക്റ്റ് ഉദ്ഭവ്. അടുത്തിടെ ഏത് സംസ്ഥാനമാണ് എല്ലാ വില്ലേജുകളിലും ലാൽ ലക്കീർ മിഷൻ ആരംഭിക്കുവാൻ തീരുമാനിച്ചത്? ലാൽ ലക്കീർ മിഷൻ ആരംഭിക്കുവാൻ തീരുമാനിച്ചത് എവിടെയാണ്? പഞ്ചാബിലാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നല്ലോ. ഭൂപരിഷ്കരണ നിയമമൊക്കെ നടപ്പിലാക്കി. ഇന്ത്യ ഒട്ടാകെയാണ് നടപ്പിലാക്കിയത്. ഭൂപരിഷ്കരണ നിയമം ശരിക്കും ഇന്ത്യ ഒട്ടാകെയാണ് നടപ്പിലാക്കിയത്. പക്ഷേ അത് നടപ്പിലാക്കിയത് ആകെപ്പാടെ ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. അതുപോലൊക്കെയുള്ളൊരു അതിൻ്റെയൊക്കെ ചെറിയൊരു മോഡലാണ് എന്ത്? ലാൽ ലക്കീർ എന്ന് പറയുന്ന മിഷൻ. അതായത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് വിൽ ഗെറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് ലാൻഡ്സ് ഇൻ ദെയർ പൊസഷൻ ഫോർ ലോൺ. ഒരുപാട് നാൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ റൈറ്റ് കിട്ടും. വെറുതെ കൃഷിക്കാരെ മാത്രമല്ല, അവർക്ക് എന്താണ് അതിൻ്റെ റൈറ്റും കൂടെ കിട്ടും. അതാണ് അതിൻ്റെ അകത്ത് പ്രധാനം കേട്ടോ. ലാൽ ലക്കീർ മിഷൻ്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. സ്മോൾ ഫാമേഴ്സിന് അവർക്ക് അതിൻ്റെ റൈറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിൽ ബി ഏബിൾ ടു അവൈൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലാൻഡ് വേണമല്ലോ, ലാൻഡ് ഉള്ളവർക്കല്ല ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഇവർക്ക് ലാൻഡ് കൊടുക്കും. ഒരുപാട് നാളായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയുടെ മേൽ അവകാശം ഉന്നയിക്കാം. അതുതന്നെയാണ് എന്ത്? ലാൽ ലക്കീർ മിഷൻ. അങ്ങനെയാണത്, അതിന് പ്രാധാന്യം വരുന്നത്. പഞ്ചാബിലാണ് അത് നടപ്പിലാക്കുന്നത്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 വേദി. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 വേദി ബാംഗ്ലൂരാണ്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയറിൻ്റെ വേദി ബാംഗ്ലൂർ. അടുത്തിടെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര പ്രവൃത്തി ദിനമാണ് അനുവദിച്ച് നൽകിയത്? 150 ദിവസം കേട്ടോ. 150 ഡേയ്സ് അത് തികച്ചു. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് 150 ദിവസം അനുവദിച്ച് നൽകിയത്. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2021 ഉദ്ഘാടനം ചെയ്തത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ്. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2021 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതിൻ്റെ തീം എന്തായിരുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാം ആൻഡ് റിവർ ബേസിൻസ് എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാം ആൻഡ് റിവർ ബേസിൻസ് എന്നുള്ളതാണ് തീം. ഇതിൻ്റെ വെന്യൂ എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു കേട്ടോ. ന്യൂഡൽഹിയാണ് ഈ ഒരു സംഗതി നടന്നത്. ന്യൂഡൽഹി. അടുത്തിടെ 2021 ഐക്കോൾഡ് സിമ്പോസിയം സംഘടിപ്പിച്ചത് എവിടെയാണ്? 2021 ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ചത് ന്യൂഡൽഹിയിലാണ്. ഐക്കോൾഡ് സിമ്പോസിയം സംഘടിപ്പിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ തീമും സെയിം തന്നെയായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാം ആൻഡ് റിവർ ബേസിൻസ് എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ തീമും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാം ആൻഡ് റിവർ ബേസിൻ. ഈ ഐക്കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്കോൾഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസ്. അതാണ് ഐക്കോൾഡ്. ഇൻ്റർനാഷണൽ
കമ്മീഷൻ ഓൺ ലാർജ് ഡാംസ് എന്നതാണ് ഐക്കോൾഡ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാംസ്. അടുത്തിടെ ഹർ ഘർ പാനി ഹർ ഘർ സഫായി എന്ന പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആ ഒരു സംസ്ഥാനം പഞ്ചാബാണ് അല്ലേ, പഞ്ചാബാണ്. ഇതിനു മുമ്പ് നമ്മൾ പഞ്ചാബ് കണ്ടല്ലോ അല്ലേ. ലാൽ ലക്കീർ മിഷൻ എവിടെയാണ് നടപ്പിലാക്കുന്നത്? പഞ്ചാബിലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഹർ ഘർ പാനി, അതുപോലെ തന്നെ ഹർ ഘർ സഫായി, എല്ലാ വീട്ടിലും ജലം, അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ശുചിത്വം എന്ന പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. അടുത്തിടെ പ്രഗ്യാൻ ഭാരതി ഭാഷാ ഗൗരബ് എന്നീ പദ്ധതികൾ കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ഭാഷാ ഗൗരബ് എന്നീ പദ്ധതികൾ കൊണ്ടുവന്നത് ആസാമിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രണ്ട് പദ്ധതിയും വന്നത്, പ്രഗ്യാൻ ഭാരതിയും ഭാഷാ ഗൗരബും. വിദ്യാഭ്യാസം അതുപോലെ തന്നെ സ്കോളർഷിപ്പൊക്കെ നൽകുക എന്നുള്ളതാണ് ഈ രണ്ട് പദ്ധതിയുടെ ഉദ്ദേശം, പ്രഗ്യാൻ ഭാരതിയും ഭാഷാ ഗൗരബും. ഈ പരിവാഹൻ വ്യവസ്ഥ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഈ പരിവാഹൻ വ്യവസ്ഥ ഓൺലൈനായിട്ട് ടാക്സ് പെർമിറ്റുകൾ പുതുക്കാം, വാഹന രജിസ്ട്രേഷൻ നടത്താം, ഇൻഷുറൻസ് പുതുക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം. അതാണ് എന്ത്? ഈ ഒരു ആപ്ലിക്കേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പരിവാഹൻ വ്യവസ്ഥ, ഈ ഒരു സംവിധാനം, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ RTOയിൽ ചെയ്യേണ്ടുന്ന പരിപാടികളെല്ലാം തന്നെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് ചെയ്യാം. ആ ഒരു സംവിധാനമാണ് ഈ പരിവാഹൻ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അതാദ്യം നടപ്പിലാക്കിയത് ഹിമാചൽ പ്രദേശിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മ കാർഗോ പാഴ്സൽ ആൻഡ് കാർഗോ സർവീസസ് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ, കർണാടക. ഇനിയിപ്പോൾ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഹിമാദാസിനെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, അതായത് DSP ആയിട്ട് നിയമിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസമാണ്. DSP ഓഫ് പോലീസായിട്ട് നിയമിതയായത് എവിടെയാണ്? ആസാമിലാണ്, ഹിമാദാസ്. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി മരണശിക്ഷ ലഭിക്കുന്ന ആദ്യ വനിത, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? അവരുടെ പേരാണ് ഷബ്നമുണ്ട്. അതുപോലെ തന്നെ സലീം എന്ന് ഈ ഒരു കൊല നടക്കുന്നത് 2008 കേട്ടോ. 2008 ഈ ഒരു കൊല നടക്കുന്നത്. അപ്പം അടുത്തിടയ്ക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ തൂക്ക് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വിധിയൊക്കെ വന്നതാണ്, ഓൾറെഡി ഇവരെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിയൊക്കെ വന്നതാണ്. എക്സിക്യൂഷൻ നടന്നിട്ടില്ല, അതിനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവരൊരു സ്കൂൾ ടീച്ചറായിരുന്നു. ഈ പറഞ്ഞ ഷബ്നം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഇദ്ദേഹം സലീം എന്ന് പറയുന്നത് ഒരു പത്താനാണ്. അപ്പം ഇവർ കുറച്ച് കൂടി ജാതി മുസ്ലിമും ഇവർ കുറച്ച് താഴ്ന്ന ജാതി മുസ്ലിമും, അങ്ങനെ കുടുംബങ്ങളൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇവരുടെ വീട്ടിൽ ഈ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഈ വീട്ടിലെ 8 പേരെയും കൊന്നുകളഞ്ഞു. അപ്പോൾ അതാണ് ഇവർ ചെയ്ത ക്രൈം. അങ്ങനെ ഇന്ത്യയിൽ 1947 ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയെ തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ്. അവരുടെ പേരാണ് ഷബ്നം. ഇങ്ങനെയുടെ പേര് സലീം എന്നാണ്, സലീം. ആസാമിൻ്റെ 34ാമത് ജില്ലയായി നിലവിൽ വന്നത് ഏത് ജില്ലയാണ്? ആസാമിൻ്റെ 34ാമത്തെ ജില്ല ബജാലി എന്ന് പറയും. ബരാപേട്ട എന്ന് പറയുന്ന ജില്ലയെ വിഭജിച്ചുകൊണ്ട് ബജാലി എന്ന് പറയുന്ന ഒരു ജില്ല നിലവിൽ വന്നു. എവിടെ? ആസാം. കോവിഡ് വാരിയർ മെമ്മോറിയൽ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? കോവിഡ് വാരിയർ മെമ്മോറിയൽ നിലവിൽ വരുന്ന സംസ്ഥാനം ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് കോവിഡ് വാരിയർ മെമ്മോറിയൽ നിലവിൽ വരുന്നത് ഭുവനേശ്വറിലാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ തുടർച്ചയായി 4ാം തവണയും വിജയിയായത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ്. കേരളത്തിന് 4ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ തുടർച്ചയായിട്ട് 4ാം തവണയും വിന്നറായത് ഹരിയാന. 2ാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, അതിൻ്റെ വേദി എവിടെയാണ്? കർണാടകയായിരുന്നു. 2ാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക ആയിരുന്നു. 2020 കേസ് അത് എവിടെയായിരുന്നു? അത് ഒഡീഷയിലായിരുന്നു. 2021 കേസാണ് പറഞ്ഞത്. 2021 എവിടെയായിരുന്നു? കർണാടക ആയിരുന്നു.
അടുത്തിടെ ഉത്തരാഖണ്ഡിലെ മഞ്ഞുമല ഇടിഞ്ഞു വീണ് തകർന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി ഋഷിഗംഗയാണ്. ഋഷിഗംഗ. ചൗരി ചേര സംഭവത്തിൻ്റെ 100ാമത് വാർഷികത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ആഘോഷത്തിന് ഉദ്ഘാടനം വഹിച്ചത് ആരാണ്? നരേന്ദ്രമോദി. അപ്പോൾ ചൗരി ചേര സംഭവത്തിൻ്റെ 100ാമത് വാർഷികമായിരുന്നു എന്ന് 2021 നരേന്ദ്രമോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അടുത്തിടെ നാഷണൽ വാട്ടർ കൺസർവേഷൻ അവാർഡ് നേടിയ എയർപോർട്ട് ഏതാണ്? നാഷണൽ വാട്ടർ കൺസർവേഷൻ അവാർഡ് നേടിയ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹി എയർപോർട്ട്. അടുത്തിടെ വേൾഡ് വോയിസ് ഓഫ് ദ കസ്റ്റമർ അവാർഡ് ലഭിച്ച എയർപോർട്ട് ഏതാണ്? വേൾഡ് വോയിസ് ഓഫ് കസ്റ്റമർ അവാർഡ് ലഭിച്ച എയർപോർട്ട് കെമ്പഗൌഡ എയർപോർട്ടാണ്. ബാംഗ്ലൂരിലെ കെമ്പഗൌഡ എയർപോർട്ട്. അടുത്തിടെ ന്യൂനപക്ഷ വകുപ്പ് ഹൂണാർ ഹാറ്റ് നടപ്പിലാക്കിയത് എവിടെയാണ്? ഹൂണാർ ഹാറ്റ് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണ്. കരകൗശല വസ്തുക്കളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ന്യൂനപക്ഷ വകുപ്പ് ഈ ഒരു പരിപാടി നടപ്പിലാക്കിയത്. ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. നടപ്പിലാക്കിയത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇദ്ദേഹമല്ല ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഹുണർ ഹാറ്റ് നടപ്പിലാക്കിയത് ന്യൂനപക്ഷ വകുപ്പാണ്. എവിടെയാണ് നടപ്പിലാക്കിയത്? ന്യൂഡൽഹി. മണ്ടു ഫെസ്റ്റിവൽ അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണ്ടു ഫെസ്റ്റിവൽ ആഘോഷിച്ചത് മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് മണ്ടു ഫെസ്റ്റിവൽ ആഘോഷിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ടല്ലോ തെഹരി ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിച്ചത്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ. തെഹരി ലേക്ക് ഫെസ്റ്റിവൽ എവിടെയായിരുന്നു ആഘോഷിച്ചത്? ഉത്തരാഖണ്ഡിലാണ്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? മണ്ടു ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിച്ചത്? മധ്യപ്രദേശിലാണ് മണ്ടു ഫെസ്റ്റിവൽ ആഘോഷിച്ചത്. 40ാമത് INCA ഇൻ്റർനാഷണൽ കോൺഗ്രസ് അടുത്തിടെ സമ്മേളിച്ചത് എവിടെയാണ്? എന്താണ് INCA? അതായത് ഇന്ത്യൻ നാഷണൽ കാർട്ടോഗ്രാഫിക് അസോസിയേഷൻ, മാപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ അസോസിയേഷൻ, അതാണ് INCA. അതിൻ്റെ 40ാമത് സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ശിലാസ്ഥാപനം നടത്തിയ ഡിസ്കവറി ക്യാമ്പസ് എവിടെയാണ്? ഡിസ്കവറി ക്യാമ്പസ് IIT മദ്രാസിലാണ് കേട്ടോ. IIT മദ്രാസ്. ഡിസ്കവറി ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് IIT മദ്രാസാണ്. ഡിസ്കവറി ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഡിസ്കവറി ചാനലുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഡിസ്കവറി ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ നിന്ന് ഭാവിയിൽ മുന്നിലേക്ക് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവിടെ ഒരു കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. അതാണ് എന്ത്? ഡിസ്കവറി ക്യാമ്പസ് എന്നറിയപ്പെടുക. ഡിസ്കവറി ക്യാമ്പസ് അവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് നിലവിൽ വന്നു. ക്യാമ്പസ് എന്നുള്ള ബ്രാൻഡിൽ ഇതുപോലത്തെ ഷൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. IIT മദ്രാസാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യാമ്പസ് എന്നുള്ള ബ്രാൻഡിൽ പ്രൊഡക്റ്റുകൾ പുറത്ത് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡിസ്കവറി ക്യാമ്പസ് എവിടെയാണ്? IIT മദ്രാസിലാണ്. IIT മദ്രാസ്. ഗുജറാത്ത് ഗവൺമെൻറ് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ഗുജറാത്ത് ഗവൺമെൻറ് എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിനഗറിലാണ്. പ്രധാനമായിട്ടും 3 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആണ് നമുക്കുള്ളത്. ഒന്ന് മുംബൈയിലാണ് കേട്ടോ. ഒന്ന് മുംബൈയാണ്. മറ്റൊന്ന് കാൺപൂറാണ്. ഇപ്പോൾ 3ാമത് ഇവിടെ നിലവിൽ വന്നത് എവിടെയാണ്? ഗാന്ധിനഗർ. എവിടെയാണ്? ഗുജറാത്തിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പലപ്പോഴും IIMൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ്. അടുത്തിടെ ഈ ചവാനി പോർട്ടൽ നടപ്പിലാക്കിയത് രാജ്നാഥ് സിംഗ് ആണ് കേട്ടോ. ഈ ചവാനി പോർട്ടൽ എന്താണ്? ഈ ചവാനി പോർട്ടൽ അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 62 കണ്ടോൺമെൻറ്റുകളുണ്ട്. എന്താണ് കണ്ടോൺമെൻറ്റുകൾ? ഈ പറഞ്ഞ പോലെ മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥരും അവിടെ ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന ഏരിയകളുണ്ട്. അതിനെയായിരിക്കും നമ്മൾ ജനറലി കണ്ടോൺമെൻറ്റ് എന്ന് വിളിക്കുക. അവിടെ പലപ്പോഴും ജനനവും മരണമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് രജിസ്ട്രേഷനൊക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ട് അക്കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഈസി ആക്കുക. അതുപോലെ തന്നെ ഈ 62 കണ്ടോൺമെൻറ്റുകളും തമ്മിൽ കണക്റ്റഡ് ആക്കുക എന്നൊക്കെയുള്ളതാണ് ഈ പറഞ്ഞ ഈ ചവാനി പോർട്ടലിൻ്റെ ഉദ്ദേശം. രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ ചവാനി പോർട്ടൽ മൊബൈൽ ആപ്പും കൂടിയുണ്ട് അവർക്ക്.
മധ്യപ്രദേശ് മുഖ്യമന്ത്രി പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ദേശീയ ബാലികാ ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ദേശീയ ബാലികാ ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? പങ്ക് അഭിയാൻ എന്നാണ്. ആ ഒരു പദ്ധതിയുടെ പേര് പങ്ക് അഭിയാൻ എന്നാണ് അല്ലെ. പങ്ക് അഭിയാൻ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ദേശീയ ബാലികാ ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു എന്ത്? പങ്ക് അഭിയാൻ. അടുത്തിടെ ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ നടപ്പിലാക്കിയ കേന്ദ്രമന്ത്രി ആരാണ്? ഗോ ഇലക്ട്രിക് എന്നുള്ളൊരു ക്യാമ്പയിൻ. ഇതുപോലെ തന്നെ ഒരു ക്യാമ്പയിൻ നമ്മൾ മുമ്പേ കണ്ടല്ലോ. എന്തായിരുന്നു ആ ഒരു ക്യാമ്പയിൻ്റെ പേര്? ഗോ ഇലക്ട്രിക് അല്ല, എന്തായിരുന്നു? സ്വിച്ച് ഡൽഹി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ കണ്ടിരുന്നു അല്ലേ? ഡൽഹിയിൽ നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ അടുത്തിടെ ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ നടപ്പിലാക്കിയ കേന്ദ്രമന്ത്രി ആരാണ്? ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ നടപ്പിലാക്കിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി. ഇനിയിപ്പോൾ അടുത്ത മേഖലയാണ് കല, സംസ്കാരം, പുരസ്കാരം. അപ്പം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കവർ ചെയ്യുക കേട്ടോ. അതിപ്പം കേരളത്തിലെയും ഇന്ത്യയിലെ എല്ലാം. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഗവൺമെൻറ് 2020 സ്വാതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ്. അതുപോലെ സ്വാതി പുരസ്കാരം അല്ലെങ്കിൽ സ്വാതി SL പുരസ്കാരം സ്വാതി SL പുരം സദാനന്ദൻ പുരസ്കാരം 2018 കർണാടക സംഗീതത്തിനുള്ള 2018 പുരസ്കാരം ലഭിച്ചത് പാലാ CK രാമചന്ദ്രനാണ്. ഇനിയിപ്പം സ്വാതി പുരസ്കാരം 2019 ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TM കൃഷ്ണയ്ക്കാണ്. 2019 ഇമ്പോർട്ടൻ്റ് ആണ്, 2018 ഇമ്പോർട്ടൻ്റ് ആണ്, 2020 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ് ലഭിച്ചത്. 2020 സ്വാതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് ആണ്. 2019 TM കൃഷ്ണയും 2018 CK രാമചന്ദ്രനും ആണ് സ്വാതി പുരസ്കാരം ലഭിച്ചത്. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് ലഭിച്ചത്. ഏത് വർഷമാണ്? 2021 കേസാണ് കേട്ടോ. 2021 ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? കെ സച്ചിദാനന്ദൻ. എത്ര ലക്ഷം രൂപയാണ്? 1 ലക്ഷം രൂപയാണ് പ്രൈസ് അല്ലേ? 1 ലക്ഷം രൂപയാണ് പ്രൈസ്. അതുപോലെ തന്നെ 2020 ലഭിച്ചത് M ലീലാവതിക്കാണ്. അതുപോലെ തന്നെ 2019 ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 ലഭിച്ചത്. ഏറ്റവും ആദ്യം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് ONV പുരസ്കാരം. ആദ്യം ലഭിച്ചത് MT വാസുദേവൻ നായർ. അപ്പം ഇത്തവണ ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. കഴിഞ്ഞ തവണ ലഭിച്ചത് 2020 M ലീലാവതിയായിരുന്നു. അതിനു മുമ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനിയിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2020 കാര്യമാണ് പറഞ്ഞത്. 2020 ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാഷ്ട്രീയ നേതാവായിട്ടുള്ള വീരപ്പ മൊയ്ലിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ബാഹുബലി അഹിംസ ദിഗ്വിജയം എന്ന കൃതി. ഇത് കന്നഡയിലാണ്. ശ്രീ ബാഹുബലി അഹിംസ ദിഗ്വിജയം എന്ന കൃതി കന്നഡയിലാണ്. ഇനിയിപ്പം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റൊരു വ്യക്തിയാണ്, അതായത് അരുന്ധതി സുബ്രഹ്മണ്യം. അതായത് വെൻ ഗോഡ് ഈസ് ട്രാവലർ എന്ന കവിതാ സമാഹാരത്തിന് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി സുബ്രഹ്മണ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവയത്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി സുബ്രഹ്മണ്യം ആണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം, അതായത് 1.25 ലക്ഷം രൂപയാണ് പ്രൈസ്. അത് ലഭിച്ചത് ആർക്കാണ്? സുനിൽ പി ഇളയിടമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരിടയ്ക്ക് നിറഞ്ഞ ആളാണ് അല്ലേ? സുനിൽ പി ഇളയിടം. അദ്ദേഹത്തിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ അജ്ഞാതവാസവുമായിട്ടുള്ള അഭിമുഖങ്ങൾ. അദ്ദേഹത്തിൻ്റെ കൃതി ഇതാണ്, അജ്ഞാതവാസവുമായിട്ടുള്ള അഭിമുഖങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയമാണല്ലേ. അതിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുനിൽ പി ഇളയിടത്തിനാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2020 ലഭിച്ചത് KB ശ്രീദേവിക്കാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് 50,001 രൂപയാണ് പ്രൈസ്. യജ്ഞം എന്നൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള കൃതി എഴുതിയിരിക്കുന്നത് KB ശ്രീദേവി അമ്മയാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
KB ശ്രീദേവിയാണ് 2020. അടുത്തിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. 2020 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2020. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2020 ലഭിച്ചത് യേശുദാസൻ എന്ന കാർട്ടൂണിസ്റ്റിനാണ്. യേശുദാസൻ എന്ന് പറയുന്ന ആൾക്കാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. പത്രപ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് അല്ലേ. ഇത്തവണ ലഭിച്ചത് കാർട്ടൂണിസ്റ്റിനാണ്. യേശുദാസൻ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റാണ്. എന്ത് പുരസ്കാരമായിരുന്നു ലഭിച്ചത്? കേസരി പുരസ്കാരം. 2019-2020 മികച്ച പ്രവർത്തനത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്, സ്ഥിരം ചോദിക്കുന്നതും ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പാപ്പിനശ്ശേരിയാണ് കേട്ടോ. പാപ്പിനശ്ശേരി കണ്ണൂർ. ആ ഒരു ജില്ലയ്ക്കാണ്, ആ ഒരു ഗ്രാമപഞ്ചായത്തിനാണ് എന്ത് ലഭിച്ചത്? സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനശ്ശേരിയാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തലയാണ്, കൊല്ലത്തെ മുഖത്തലയും. ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുമാണ്. പാപ്പിനശ്ശേരി, മുഖത്തല, തിരുവനന്തപുരം. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 2020 ഫെല്ലോഷിപ്പ് നേടിയത് ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് 2020 ഫെല്ലോഷിപ്പ് നേടിയത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ 3 പേരാണ്. ഒന്ന് പിരപ്പൻകോട് മുരളി, നാടകമാണ് അദ്ദേഹത്തിൻ്റെ മേഖല. പിരപ്പൻകോട് മുരളി. അതുപോലെ തന്നെ കലാമണ്ഡലം വാസു പിഷാരടി, കഥകളിയാണ് മേഖല. കലാമണ്ഡലം വാസു പിഷാരടി. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ, ഘടമാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 2020 ഫെലോഷിപ്പ് നേടിയത് 3 പേരാണ്. ഒന്ന് തൃപ്പൂണിത്തറയിലെ ആളല്ലേ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ, ഘടമാണ് തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ. കലാമണ്ഡലം വാസു പിഷാരടി, കഥകളിയാണ് മേഖല. അതുപോലെ തന്നെ പിരപ്പൻകോട് മുരളി, നാടകം. സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരങ്ങൾ നേടിയത് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കാം. അതായത് ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉണ്ട്. ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിൻ്റെ പ്രൈസ് 2.5 ലക്ഷം രൂപയാണ്. സയൻസ് മേഖലയുമായിട്ട് ആർട്സ് ആൻഡ് സയൻസിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ ഒരു പ്രൈസ് നൽകുന്നത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരങ്ങൾ. ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 5 ലക്ഷം രൂപ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. MR രാഘവ വാര്യർ, MS വല്യത്താൻ, KN പണിക്കർ. അതൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്താണ് ഈ പറഞ്ഞ 3 പേർക്കും എന്താണ് ഇനീഷ്യൽ 2 അക്ഷരം വീതമുണ്ട് അല്ലേ. MR, MS, KN. അവസാനിക്കുന്നത് കുനിപ്പിൽ വെച്ചിട്ടാണല്ലേ. ഇന്ന് രാഘവ വാര്യർ, വല്യത്താൻ, പണിക്കർ, ഇവർക്കൊക്കെ എത്രയാണ്? 5 ലക്ഷം രൂപ വീതമാണ് കിട്ടിയത്. ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ്. രാഘവ വാര്യർ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ വല്യത്താൻ സയൻസ്, അതുപോലെ തന്നെ പണിക്കർ സോഷ്യൽ സയൻസ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയാണ് ഇവരുടെ മേഖലകൾ. MR രാഘവ വാര്യർ, വല്യത്താൻ, പണിക്കർ. ഇനിയിപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ് എന്നുണ്ടെങ്കിലോ അവിടെയുമുണ്ട് സിമിലാരിറ്റി. ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്കെല്ലാം ഡോക്ടർ കോമൺ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നത് S-ലാണ്. സ്കറിയ, സാബു, സനൽ, ഇവർക്കൊക്കെ എന്ത് പ്രൈസാണ് കിട്ടിയത്? ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ്. ആദ്യത്തെ 3 പേർക്ക് എന്തായിരുന്നു? ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായിരുന്നു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്കറിയ, സക്കറിയ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ സാബു തോമസ് സയൻസ്, അതുപോലെ തന്നെ സനൽ മോഹൻ സോഷ്യൽ സയൻസ് എന്നിവയായിരുന്നു ഇവരുടെ മേഖലകൾ. ഇതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക. ഇനിയിപ്പോൾ സാങ്ച്വറി ലൈഫ് ടൈം സർവീസ് അവാർഡ് 2020 ജേതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയോഡർ ഭാസ്കരനാണ്. ഇദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ്, ബൊട്ടാണിസ്റ്റൊക്കെയാണ്, തമിഴ്നാട്ടുകാരനാണ്. സാങ്ച്വറി ലൈഫ് ടൈം സർവീസ് അവാർഡ് 2020 ലഭിച്ചത്
തിയോഡർ ഭാസ്കരനാണ്. തമിഴ്നാട്ടുകാരനായിട്ടുള്ള തിയോഡർ ഭാസ്കരനാണ് സാങ്ച്വറി ലൈഫ് ടൈം സർവീസ് അവാർഡ് 2020 ലഭിച്ചത്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2018 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നാടകരംഗത്തെ സമഗ്ര സംഭാവന 2018 അവാർഡ് ലഭിച്ചത് MK ധർമ്മനാണ്. ഇനിയിപ്പോൾ 2019 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വി വിക്രമൻ നായർക്കാണ്. 2019 ലഭിച്ചത്. ധർമ്മൻ എന്ന് പറയുന്ന ആൾക്കാണ് 2018 ലഭിച്ചത്. ഇതാണ് വി വിക്രമൻ നായർ. ഇദ്ദേഹത്തിനാണ് 2019 നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ കേരള സർക്കാർ പ്രഖ്യാപിച്ച സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് 2020 എന്നുണ്ടെങ്കിൽ സദനം ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ 2019 എന്നുണ്ടെങ്കിൽ വാഴേങ്കട വിജയൻ. സദനം ബാലകൃഷ്ണൻ, വാഴേങ്കട വിജയൻ. എന്താണ്? സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചതാണ് 2020 എങ്കിൽ സദനം ബാലകൃഷ്ണൻ, 2019 എന്നുണ്ടെങ്കിൽ വാഴേങ്കട വിജയൻ. 2019 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്ക്? സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് 2019 പി വത്സലയ്ക്കും അതുപോലെ തന്നെ പ്രൊഫസർ NVP ഉണ്ണിതിരി എന്ന് പറയുന്ന ആൾക്കുമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 പേരാണ്. ഒന്ന് പി വത്സല അതുപോലെ തന്നെ പ്രൊഫസർ NVP ഉണ്ണിതിരി. ഇനിയിപ്പോൾ ബാങ്കിങ് മേഖലയിലെ ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് എന്ന പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICICI ബാങ്കാണ്. എവിടെയായിരിക്കും നടപ്പിലാക്കിയത്? ചെന്നൈയിലായിരിക്കും അല്ലേ? ചെന്നൈ സ്മാർട്ട് സിറ്റി കാർഡ് നടപ്പിലാക്കിയത് എവിടെയാണ്? നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയത് ചെന്നൈയിലാണ്. ICICI ബാങ്കാണ്. അടുത്തിടെ കോർപ്പറേറ്റ് ഇന്ത്യ റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ബാങ്ക്. ഇങ്ങനെയൊരു ഇൻഡെക്സ് പുറത്തിറക്കിയ സ്ഥാപനവും ബാങ്കും ICICI ബാങ്ക് തന്നെയാണ്. എന്താണ്? കോർപ്പറേറ്റ് റിസ്ക് ഇൻഡെക്സ് പുറത്തിറക്കിയ ബാങ്ക് ICICI ബാങ്കാണ്. അടുത്തിടെ ഏത് ബാങ്കാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസിന് 24/7 ഹെൽപ്പ് ലൈൻ ആരംഭിച്ചത്? 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചത്, ഡിജിറ്റൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരംഭിച്ചത് RBI ആണ്. SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് സർവീസസ് ലിമിറ്റഡിൻ്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് നിയമിതനായത് ആരാണ്? നിയമിതനായത് രാമമോഹൻ റാവു അമ്രയാണ്. നമ്മൾ ജാനുവരിയിലെ കറണ്ട് അഫയറിലും പറഞ്ഞതാണ് കേട്ടോ. രാമമോഹൻ റാവു അമ്ര. ഇനിയിപ്പോൾ എക്കണോമിക്സിലെ കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2021 യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ചും ഏപ്രിലും ഒന്നുമല്ല, ഫെബ്രുവരി 1 തീയതിയാണ്. ഫെബ്രുവരി 1, 2021. ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് ആയിരുന്നു ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റായിരുന്നു ഇത്. 2021 ബജറ്റാണ് ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് ഇന്ത്യയിലെ. കേരളത്തിലെ റോഡ് ഹൈവേ പദ്ധതിക്ക് വേണ്ടിയിട്ട് 65,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം ഘട്ട കൊച്ചി മെട്രോയുടെ വികസനത്തിന് വേണ്ടിയിട്ടും 11.5 കിലോമീറ്റർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 2,000 കോടിയോളം, അതായത് 1957.05 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓർക്കേണ്ടത് ഫെബ്രുവരി 1 തീയതിയാണ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റായിരുന്നു 2021. ഇനിയിപ്പം അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 139 ആണ്. 2013 111 ഉണ്ടായിരുന്നതാണ്. 2020 ആയപ്പോഴത്തേക്ക് 144 2019 140 ആയിരുന്നു. കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയി. 2021 ആയി കഴിയുമ്പോഴത്തേക്ക് 139 നമ്മുടെ സ്ഥാനം ഇപ്പോഴത്തേത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 1ാം സ്ഥാനം ഫിൻലൻഡിനാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 139.
ആഗോള ഇ-കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിൻ്റെ CEO ജെഫ് ബെസോസ് സ്ഥാനം ഒഴിയുമ്പോൾ പുതുതായിട്ട് CEO സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ആൻഡി ജാസി എന്നാണ്. ആൻഡി ജാസി അദ്ദേഹമാണ് ആമസോണിൻ്റെ പുതിയ CEO. 2020 ഓക്സ്ഫോർഡ് സർവകലാശാല ഹിന്ദി വേർഡായിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? ഹിന്ദി വേർഡായിട്ട് തിരഞ്ഞെടുത്തത് ആത്മനിർഭരത എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് സെൽഫ് റിലയൻസ് എന്നുള്ളതാണ്. സെൽഫ് റിലയൻസ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ സ്ഥാനം പിടിച്ച ഹിന്ദി വേർഡാണ് ആത്മനിർഭരത. ഏത് വർഷം? 2020. 14ാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയായിരുന്നു? ധാക്ക, ബംഗ്ലാദേശിലായിരുന്നു. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി ധാക്ക, ബംഗ്ലാദേശ്. 14ാമത്തേത് ആയിരുന്നു. പക്ഷിപ്പനിക്ക് കാരണമായിട്ടുള്ള ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ H5N8 വകഭേദം ആദ്യമായിട്ട് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം റഷ്യയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റഷ്യ. H5N8ൻ്റെ വകഭേദം മനുഷ്യരിൽ കണ്ടെത്തി. എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ടോക്കിയോ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സീക്കോ ഹഷിമോട്ടോയാണ്. സീക്കോ ഹഷിമോട്ടോ. ടോക്കിയോ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സീക്കോ ഹഷിമോട്ടോ. 2021 ഫെബ്രുവരിയിൽ ഗ്രീൻ പാസ്, അതായത് പീപ്പിൾ വിത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. പീപ്പിൾ വിത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഗ്രീൻ പാസ് ഏർപ്പെടുത്തിയത് ഇസ്രായേലാണ് 2021 ഫെബ്രുവരിയിൽ. ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് സെമേരു ആണ്. ഇന്തോനേഷ്യയിലെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം 2021 ഫെബ്രുവരിയിൽ ഏതാണ്? മൗണ്ട് സെമേരു. അടുത്തിടെ രാജ്യത്തിലെ വനിതകൾക്ക് ആംഡ് ഫോഴ്സിൽ പ്രവേശന അനുമതി നൽകിയ ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഇത് നമ്മൾ ജാനുവരിയിലെ കറണ്ട് അഫെയറിലും പറഞ്ഞാണ്. സൗദി അറേബ്യ. അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്? UAEയുടേതാണ്. അതായത് UAEയുടെ മാർസ് മിഷൻ്റെ പേര് ഹോപ്പ് എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. UAEയുടെ മാർസ് മിഷൻ്റെ പേര് ഹോപ്പ് എന്നാണ്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അടുത്തിടയ്ക്ക് അതെന്താണ്? ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. UAE ചൊവ്വ മിഷൻ, മാർസ് മിഷൻ. അടുത്തിടെ UNCDF തലപ്പത്ത് എത്തിയ ഇന്ത്യൻ വംശജ ആരാണ്? UNCDFൻ്റെ തലപ്പത്തെത്തിയ ഇന്ത്യൻ വംശജയുടെ പേര് പ്രീതി സിൻഹ എന്നാണ്. പ്രീതി സിൻഹ. UNCDF എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തെത്തിയ ആളാണ് പ്രീതി സിൻഹ. മൈക്രോ ഫിനാൻസൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ് കേട്ടോ. അപ്പം പ്രീതി സിൻഹയാണ് അതിൻ്റെ തലപ്പത്തെത്തിയ ഇന്ത്യൻ വംശജ. അടുത്തിടെ നിയമിതനായ സിറിയയിലെ ഇന്ത്യൻ അംബാസിഡർ, സിറിയയാണ് എപ്പോഴും യുദ്ധവും കാര്യമൊക്കെ നടക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അടുത്തിടെ നിയമിതനായ സിറിയയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? മഹേന്ദർ സിംഗ് കന്യാൽ സിറിയയുടെ ഇന്ത്യൻ അംബാസിഡറാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായി സ്ഥാനമേൽക്കുന്ന ആദ്യ വനിത ആരാണ്? എൻഗോസി ഒക്കോഞ്ചോ എന്ന് ഓർക്കുക. ഈ പേര് നമ്മൾ പഠിച്ചു വെക്കുക. എൻഗോസി ഒക്കോഞ്ചോ കേട്ടോ. WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് സ്ഥാനമേൽക്കുന്ന ആദ്യത്തെ വനിതയാണ് എൻഗോസി ഒക്കോഞ്ചോ. അടുത്തിടെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് അജയ് മാത്തൂറാണ്. അജയ് മാത്തൂർ ഇമ്പോർട്ടൻ്റ് ആണ്. അജയ് മാത്തൂർ. UNDP സെക്രട്ടറി ജനറൽ അതുപോലെ തന്നെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? ഉഷാറാവു മൊണാറി. ഇന്ത്യക്കാരിയാണ്. UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? ഉഷാറാവു മൊണേരി. അതുപോലെ UNEPയുടെ ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് 2020 നേടിയത്
ആരാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ്? UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് 2020 നേടിയത് WCCB എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അതായത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്നുള്ളതാണ്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ആണ് എന്ത്? WCCB. അതുപോലെ അടുത്തിടെ UN-ൻ്റെ ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശസ്മിത ലങ്കയാണ്. ശസ്മിത ലങ്ക. UN-ൻ്റെ ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് നേടിയത് ശസ്മിത ലങ്കയാണ്. ശസ്മിത ലങ്ക. അപ്പം WCCB എന്ന് പറഞ്ഞ ഓർഗനൈസേഷനും അതുപോലെ ശസ്മിത ലങ്ക, ഇതാണ് ശസ്മിത ലങ്ക. ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് നേടിയ വ്യക്തി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശസ്മിത ലങ്കയാണ്. അതുപോലെ തന്നെ UNEP-യുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിത ആയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UNEP-യുടെ ആരാണ്? ലിജിയ നൊറോണ. ഇന്ത്യനാണ്. ലിജിയ നൊറോണ എന്ന് പറയുന്ന ആളാണ് UNEP-യുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിത ആയത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയാണ്. ഏഷ്യ എൻവയോൺമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? WCCB എന്ന് പറയുന്ന സംഘടനയും ശസ്മിത ലങ്കയുമാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിജിയ നൊറോണയാണ്. ലിജിയ നൊറോണ. ഇനിയിപ്പം സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ അണ്ടർ 20 പെൺകുട്ടികളുടെ 100 മീറ്റർ ഹഡിൽസിൽ മീറ്റ് റെക്കോർഡ് കൂടി സ്വർണം നേടിയ സ്പോർട്സ് താരം ആരാണ്? 100 മീറ്റർ ഹഡിൽസിൽ റെക്കോർഡ് നേടിയത് ആരാണ്? അപർണ റോയിയാണ്. കേരളത്തിൻ്റെ സ്പോർട്സ് താരമാണ് അപർണ റോയ്. 100 മീറ്റർ ഹഡിൽസിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ അണ്ടർ 20 ഗോൾഡ് അടിച്ചത് ആരാണ്? അപർണ റോയ്. അതുപോലെ 2019 GV രാജ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? 2019 കേസാണ് പറയുന്നത്. 2019 കുഞ്ഞ് മുഹമ്മദും മയൂഖ ജോണിയുമാണ്. കുഞ്ഞ് മുഹമ്മദും മയൂഖ ജോണിക്കുമാണ് 2019 GV രാജ പുരസ്കാരം ലഭിച്ചത്. കുഞ്ഞ് മുഹമ്മദ്, മയൂഖ ജോണി. അതുപോലെ 82ാം സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് 82ാം സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് മണിക ബത്രയാണ്. മണിക ബത്ര. പരാജയപ്പെടുത്തിയത് റീത്ത് റിഷ്തനെയാണ്. റീത്ത് റിഷ്ത. അപ്പോൾ 72ാമത്തെ സീനിയർ ടേബിൾ ടെന്നീസ് വിന്നർ ആരാണ്? മണിക ബത്ര. ഓസ്ട്രേലിയൻ ഓപ്പൺ വിന്നർ 2021 വിന്നർ ആരൊക്കെയാണ്? പുരുഷ വിഭാഗത്തിലാണ് എന്നുണ്ടെങ്കിൽ നൊവാക് ദ്യോക്കോവിച്ചും അതുപോലെ തന്നെ വനിതാ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ നവോമി ഒസാക്കയുമാണ്. നൊവാക് ദ്യോക്കോവിച്ച്, നവോമി ഒസാക്ക. ഓസ്ട്രേലിയൻ ഓപ്പണാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ജേതാക്കൾ. ഇനിയിപ്പോൾ 2020-2021 സയ്യിദ് മുഷ്താഖ് അലി 2020 ട്രോഫി ജേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തമിഴ്നാടാണ്. റണ്ണറപ്പായത് ബറോഡയാണ്. വിന്നർ തമിഴ്നാട്, റണ്ണറപ്പ് ബറോഡ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് നമ്മുടെ ശ്രീകാന്തും അദ്ദേഹത്തിൻ്റെ വിലക്കൊക്കെ മാറിയതിനു ശേഷം അദ്ദേഹം കളിച്ചിരുന്നു. സയ്യിദ് മുസ്താഖ് അലി 2020 അദ്ദേഹം കളിച്ചിരുന്നു. അക്കാദമിക് ഇൻസൈറ്റിൻ്റെ കോളേജ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഏത് സ്ഥാപനമാണ്? അക്കാദമിക് ഇൻസൈറ്റിൻ്റെ കോളേജ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഏത് സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് എന്ത് ലഭിച്ചത്? അക്കാഡമി ഇൻസൈറ്റിൻ്റെ കോളേജ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. അക്കാഡമി ഇൻസൈറ്റിൻ്റെ കോളേജ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ഇതിനാണ്. ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അടുത്തിടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ആരാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ജയ്ഷയാണ്. ജയ്ഷ. ഏത് വർഷത്തെ രഞ്ജി ട്രോഫിയാണ് BCCI ആദ്യമായിട്ട് റദ്ദാക്കിയത്? 2020-2021 രഞ്ജി ട്രോഫിയാണ് റദ്ദാക്കിയത്. ഇത് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മുടങ്ങുന്നത്. രഞ്ജി ട്രോഫി 1934 ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഏറ്റവും ആദ്യമായിട്ടാണ് 2020-2021 മുടങ്ങുന്നത്. രണ്ടാമത് ഖേലോ ഇന്ത്യ നാഷണൽ വിൻ്റർ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. കണ്ടക്ട് ചെയ്തത് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെയാണ്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയായിരുന്നു? ഗുൽമാർഗിലായിരുന്നു.
ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുൽമാർഗിലായിരുന്നു ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2ാമത് എഡീഷൻ നടത്തിയത്. ഇനിയിപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂ എന്നത് എന്താണ്? കൂ എന്നത് ഒരു ആപ്ലിക്കേഷനാണ്. എന്താണ് കൂ എന്നത്? മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഇവരുടെ ആപ്ലിക്കേഷനോട്. കൂ എന്നത് എന്താണ്? മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. കൂ എന്നത് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൈറ്റ് അടുത്തിടെ പുറത്തിറക്കിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? സ്വതന്ത്ര OSൻ്റെ പേര് കൈറ്റ് പുറത്തിറക്കിയ സ്വതന്ത്ര OSൻ്റെ പേര് സ്യൂട്ട് എന്നാണ് കേട്ടോ. സ്യൂട്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പാണ് എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ വരുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, കൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. കൈറ്റ് അടുത്തിടെ പുറത്തിറക്കിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സ്യൂട്ട് എന്നുള്ളത്. അടുത്തിടെ ഏത് സ്ഥാപനമാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനമായ പിമോ പുറത്തിറക്കിയത്? IIT മദ്രാസ് ആണ് കേട്ടോ. IIT മദ്രാസ് ആണ്. IIT മദ്രാസ്. അപ്പം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. IIT മദ്രാസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം പിമോ എന്ന് പറയുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കി. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നല്ലോ. ഡിസ്കവറി ക്യാമ്പസ് വരുന്ന എവിടെയായിരുന്നു? IIT മദ്രാസിലാണ്. അതുപോലെ ജാനുവരിയിലോ മറ്റൊരു കറണ്ട് അഫെയറിൽ നമ്മൾ പറഞ്ഞതാണ്, ശക്തി എന്ന് പറയുന്ന പ്രോസസ്സർ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യക്കാർ ഒരു മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ചു. അതും IIT മദ്രാസിലെ വിദ്യാർത്ഥികളാണ് കണ്ടുപിടിച്ചത്. ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു മൈക്രോ പ്രോസസ്സർ നിലവിൽ വന്നു. അതിൻ്റെ പേര് ശക്തി എന്നായിരുന്നു. ശക്തി. അതും IIT മദ്രാസിൽ നിന്നാണ്. അപ്പം പിമോ പുറത്തിറക്കിയത് IIT മദ്രാസിലെ സ്റ്റുഡൻസാണ്. സഹ്യപർവ്വത നിരകളിൽ നിന്നും പുതുതായിട്ട് കണ്ടെത്തിയ 2 ഇനം തുമ്പികൾ, അതിൻ്റെ പേര് കുറച്ച് പറയാൻ പാടാണ്. അതായത് ഇങ്ങനെ ഓർക്കുക, മാർട്ടിൻസ്. ഒരാളുടെ പേര് മാർട്ടിൻസും രണ്ടാമത്തെ ആളുടെ പേര് കിമ്മിൻസുമാണ് കേട്ടോ. മാർട്ടിൻസ് ആൻഡ് കിമ്മിൻസ്. രണ്ടും ഡ്രാഗൺ ഫ്ലൈ ഒരു സ്പീഷീസിൽ പെടുന്നതാണ്. ഡ്രാഗൺ ഫ്ലൈ ആണ്. ഒന്ന് ഡാം സെൽഫി. അതായത് ഈ കുറച്ചും കൂടെ ഡാം സെൽഫി എന്ന് പറയുമ്പോൾ ഇതാണ് സ്പീഷീസ്. ഇതുപോലെ തിന്നായിട്ടുള്ള ബോഡി ആയിരിക്കും അതിനുണ്ടാവുക. മാർട്ടിൻസും കിമ്മിൻസും. ഇനിയിപ്പോൾ ഫേമസ് ആയിട്ടുള്ള ബുക്സാണ് കേട്ടോ. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് സാധാരണ രീതിയിൽ. നമുക്ക് നോക്കാം. അതായത് അടുത്തിടെ പുറത്തിറക്കിയ പ്രിയങ്ക ചോപ്രയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അൺഫിനിഷ്ഡ് എന്നാണ് കേട്ടോ. അൺഫിനിഷ്ഡ് എന്നാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അൺഫിനിഷ്ഡ്. പ്രിയങ്ക ചോപ്രയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് അൺഫിനിഷ്ഡ് എന്നാണ്. ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന പേരിൽ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കിയ വ്യക്തി ആരാണ്? ഹണ്ടർ ബൈഡൻ ആണ് കേട്ടോ. ഹണ്ടർ ബൈഡൻ ജോ ബൈഡൻ്റെ പുത്രനാണ്. ജോ ബൈഡൻ അറിയാലോ, അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഹണ്ടർ ബൈഡൻ. അപ്പം ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന പേരിലാണ് അദ്ദേഹം ബുക്ക് ഇറക്കിയിരിക്കുന്നത്. വയലാറിൻ്റെ സിനിമാ ഗാനങ്ങളെ അധികരിച്ച് എം കെ വിവേകാനന്ദൻ രചിച്ച കൃതി, എം കെ വിവേകാനന്ദൻ നായർ രചിച്ച കൃതിയുടെ പേരാണ് ഇന്ദ്രധനുസിൻ തൂവൽ എന്നുള്ളത്. ഇന്ദ്രധനുസിൻ തൂവൽ. വയലാറിൻ്റെ സിനിമാ ഗാനങ്ങളെ അധികരിച്ച് ഇറക്കിയ ബുക്കാണ് ഇന്ദ്രധനുസിൻ തൂവൽ. ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ്, റീകളക്ഷൻ ഓഫ് എ ലൈഫ്. ഇത് നമ്മൾ 2021 ജാനുവരിയിലെ കറണ്ട് അഫെയറിലും പറഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എം ഹമീദ് അൻസാരിയുടെ ബുക്കാണ് കേട്ടോ. എം ഹമീദ് അൻസാരിയുടെ ബുക്കാണ് ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ് എന്നുള്ളത്. പ്ലാറ്റ്ഫോം സ്കെയിൽ ഫോർ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പ്ലാറ്റ്ഫോം സ്കെയിൽ ഫോർ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ് എന്ന ബുക്ക് എഴുതിയത് സംഗീത് പോൾ ചൗധരിയാണ്. സംഗീത് പോൾ ചൗധരിയുടെ ബുക്കാണ് പ്ലാറ്റ്ഫോം സ്കെയിൽ ഫോർ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ് എന്നുള്ളത്. പ്ലാറ്റ്ഫോം സ്കെയിൽ. ടേൺ അറൗണ്ട് ഇന്ത്യ 2020 സർമൗണ്ടിങ് പാസ്റ്റ് ലെഗസി എന്ന പുസ്തകം ആരുടെ രചനയാണ്? RP ഗുപ്തയുടെ രചനയാണ്. RP ഗുപ്ത. ടേൺ അറൗണ്ട് ഇന്ത്യ 2020 ആ ഒരു ബുക്ക് എഴുതിയ ആരാണ്? RP ഗുപ്തയാണ്. RP ഗുപ്ത. ദ ടെറിബിൾ ഹോറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ് എന്ന ബുക്ക് ആരുടേതാണ്? ടെറിബിൾ ഹോറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ് എന്ന ബുക്ക് മേഘന പന്തിൻ്റെ ബുക്കാണ്. മേഘന പന്തിൻ്റെ ബുക്കാണ് ഈ ഒരു ബുക്ക്. ടെറിബിൾ ഹോറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ്, മേഘന പന്ത്. ലീഡർഷിപ്പ് ലെസൺസ് ഫ്രം 22 യാർഡ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലീഡർഷിപ്പ് ലെസൺസ് ഫ്രം 22 യാർഡ്സ് എന്ന പുസ്തകം എഴുതിയത് ശ്രീകാന്ത് റാമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രീകാന്ത് റാമാണ് കേട്ടോ. ശ്രീകാന്ത് റാം. സ്റ്റാർ സ്ട്രക്ക് കൺഫെഷൻസ് ഓഫ് എ TV എക്സിക്യൂട്ടീവ്
എക്സിക്യൂട്ടീവ് എന്ന പുസ്തകം രചിച്ചത് പീറ്റർ മുഖർജിയാണ്. പീറ്റർ മുഖർജി. സ്റ്റാർ സ്ട്രക്ക് കൺഫെഷൻസ് ഓഫ് എ TV എക്സിക്യൂട്ടീവ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പീറ്റർ മുഖർജിയാണ് കേട്ടോ. പീറ്റർ മുഖർജിയാണ്. ഇനിയിപ്പം പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെയൊക്കെ തീംസുമാണ് നോക്കാനുള്ളത്. മാർച്ച് 1 മുതൽ 3 വരെ നടന്ന രണ്ടാമത്തെ ഗ്ലോബൽ ബയോ ഇന്ത്യ സമ്മിറ്റിൻ്റെ പ്രമേയം ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് എന്നുള്ളതായിരുന്നു. ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്. ബയോടെക്നോളജി, ബയോ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അവിടെ ആ ഒരു മേഖലയിൽ നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഗ്ലോബൽ ഇന്ത്യ ബയോ സമ്മിറ്റ് 2021 മാർച്ച് 1 മുതൽ 3 വരെയായിരുന്നു. 3 ദിവസത്തേക്ക് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം. അതുപോലെ RBI അടുത്തിടയ്ക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി വീക്കായിട്ട് 2021 ആചരിച്ചത് എപ്പോഴാണ്? ഫെബ്രുവരി 2ാമത്തെ ആഴ്ച, അതായത് 8 മുതൽ 12 വരെ. RBI ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് ഫെബ്രുവരി 8 മുതൽ 12 വരെ ആയിരുന്നു. 2021 ലോക റേഡിയോ ദിനത്തിൻ്റെ തീം, അതായത് ഫെബ്രുവരി 13 തീം എന്തായിരുന്നു? ന്യൂ വേൾഡ് ന്യൂ റേഡിയോ എന്നുള്ളതായിരുന്നു. 2021 ലോക റേഡിയോ ദിനത്തിൻ്റെ പ്രമേയം. അതുപോലെ വേൾഡ് പൾസസ് ഡേ ആചരിച്ചത് എന്നാണ്? വേൾഡ് പൾസസ് ഡേ ആചരിച്ചത് ഫെബ്രുവരി 10 അതിൻ്റെ തീം ന്യൂട്രീഷ്യസ് സീഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. ന്യൂട്രീഷ്യസ് സീഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. 2021 ഫെബ്രുവരി 6 ആഘോഷിച്ച ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ടു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതിൻ്റെ തീം എന്തായിരുന്നു? നോ ടൈം ഫോർ ഗ്ലോബൽ ഇനാക്ഷൻ, യുണൈറ്റ് ഫണ്ട് ആൻഡ് ആക്ട് ടു എൻഡ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ തീം. ഫെബ്രുവരി 6 കേട്ടോ. ഫെബ്രുവരി 6 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ്. പെൺകുട്ടികളോട് കാണിക്കുന്ന വിവേചനത്തിനൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 6 ആ ഒരു ദിനമായിട്ട് ആഘോഷിച്ച് പോരുന്നത്. ഫെബ്രുവരി 6. 2021 വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4 അതിൻ്റെ തീം എന്തായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫെബ്രുവരി 4 ഐ ആം ആൻഡ് ഐ വിൽ എന്നുള്ളതാണ്. ഐ ആം ആൻഡ് ഐ വിൽ ഫെബ്രുവരി 4. ഫെബ്രുവരി 4 അതിൻ്റെ തീം. ഫെബ്രുവരി 4 ഡേ, അതിൻ്റെ തീം ഐ ആം ആൻഡ് ഐ വിൽ എന്നുള്ളതാണ്. ലോക യുനാനി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 11 യോഗ യുനാനി ദിനം ഫെബ്രുവരി 11. അതുപോലെ ആവർത്തന പട്ടിക ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? ഫെബ്രുവരി 7 ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനം. ഫെബ്രുവരി 7 ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനം ഫെബ്രുവരി 7. ഇനിയിപ്പോൾ സൈന്യം, പ്രധാനമായിട്ടും കരസേന, വ്യോമസേന, നാവികസേന, ഇവിടെ നടന്ന അഭ്യാസങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തിടെ ഇന്ത്യൻ ആർമിക്ക് നരേന്ദ്രമോദി സമർപ്പിച്ച തദ്ദേശീയ നിർമ്മിത യുദ്ധ ടാങ്കിൻ്റെ പേര് എന്താണ്? യുദ്ധ ടാങ്കിൻ്റെ പേര് അർജുൻ MK-1A എന്നാണ്. DRDO ആണ് ഡെവലപ്പ് ചെയ്തത്. അർജുൻ MK-1A എന്നുള്ളതാണ്. എന്താണ് അത്? ടാങ്കാണ് കേട്ടോ. ടാങ്കാണ് അർജുൻ MK-1A. അടുത്തിടെ 24 MiG-29 അതുപോലെ തന്നെ 12 സുഖോയ് 30 MK-1 ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യ വാങ്ങിയത് ഏത് രാജ്യത്തു നിന്നാണ്? 2 ഡസൻ മിഗും 1 ഡസൻ സുഖോയും വാങ്ങിയത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കേട്ടോ. റഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയുടെ വലിയ അഭ്യാസമായ ട്രോപെക്സ് 21 എവിടെയാണ് നടന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ട്രോപെക്സ് നടന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആണ്. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ അഭ്യാസമാണ് ട്രോപെക്സ്. 16ാമത് ഇന്ത്യ അമേരിക്ക ജോയിൻ്റ് മിലിറ്ററി എക്സസൈസ് നടന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതിൻ്റെ പേര് യുദ്ധ അഭ്യാസ് എന്നാണ് കേട്ടോ. യുദ്ധ അഭ്യാസ് 20 എന്നാണ്. അത് നടന്നത് രാജസ്ഥാനിലാണ്. ഇൻഡോ US ജോയിൻ്റ് മിലിറ്ററി എക്സസൈസ് അറിയപ്പെടുന്ന പേര് യുദ്ധ അഭ്യാസ് എന്നാണ്. ഇന്ത്യ പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന എയർ ടു എയർ മിസൈലിൻ്റെ പേര് എന്താണ്? അസ്ത്ര MK-2 മിസൈൽ എന്നാണ് കേട്ടോ. അസ്ത്ര MK-2 മിസൈൽ എയർ ടു എയർ മിസൈലാണ്.
13ാമത് എയ്റോ ഇന്ത്യ ഇൻ്റർനാഷണൽ എയർ ഷോ നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. എയ്റോ ഇന്ത്യ ഇൻ്റർനാഷണൽ എയർ ഷോ നടന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയും റഷ്യയും ഇറാനും സംയുക്തമായി നടത്തുന്ന ഇറാൻ റഷ്യ മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2020 നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യയും റഷ്യയും ഇറാനും സംയുക്തമായിട്ട് നടത്തുന്ന ഇറാൻ റഷ്യ മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് നടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യയും റഷ്യയും ഇറാനും കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് എന്ത്? മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2021. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് C-453 അടുത്തിടെ എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ഈ ഒരു ബോട്ട് എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈ. C-453. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഡിഫൻസ് മിനിസ്റ്റർ കോൺക്ലേവ് നടന്നത് എവിടെയാണ്? കോൺക്ലേവ് നടന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ്, പല രാജ്യങ്ങളെയും ഇന്ത്യൻ ഓഷ്യനിലെ ആ ഒരു പ്രദേശത്തെ രാജ്യങ്ങൾ, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗം നടന്നത് ബാംഗ്ലൂരിലാണ് നടന്നത്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവ് നടന്നത് ബാംഗ്ലൂരാണ്. ഒരുപാട് രാജ്യങ്ങളെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് പങ്കെടുത്തു. രാജ്നാഥ് സിംഗും ഇവിടെ നിൽപ്പുണ്ട്. ഇന്ത്യൻ ആർമിയുടെ നാഷണൽ വെബിനാറിൻ്റെ പേര് ദിവ്യദൃഷ്ടി 2021 എന്നുള്ളതായിരുന്നു. ദിവ്യദൃഷ്ടി 2021. മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021 മാർച്ച് 2 ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021, അതായത് മാർച്ച് 2 ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. ഇനിയിപ്പം കുറച്ച് വ്യക്തികൾ നിര്യാണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാന വ്യക്തികൾ. അടുത്തിടെ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളിയാണ്. മാത്തൂർ ഗോവിന്ദൻകുട്ടി കഥകളി ആചാര്യനായിരുന്നു മാത്തൂർ ഗോവിന്ദൻകുട്ടി. അടുത്തിടെ അന്തരിച്ച MS നസീം ഏതു മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗായകനായിരുന്നു. MS നസീം. അടുത്തിടെ അന്തരിച്ച അക്തർ അലി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ടെന്നീസാണ്. അക്തർ അലി ഇമ്പോർട്ടൻ്റ് ആണ്. അക്തർ അലി ടെന്നീസ്. ഇനിയിപ്പം പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് നോക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസ് മേത്ത. വെരി ഇമ്പോർട്ടൻറ്റ്. വിശ്വാസ് മേത്ത ഫെബ്രുവരിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിലവിൽ വന്നത്. വിശ്വാസ് മേത്ത. കേരളത്തിലെ 11ാമത് പേ റിവിഷൻ കമ്മീഷൻ ചെയർമാൻ, ഇത് നമ്മൾ ജനുവരിയിലും കണ്ടതാണ്, K. മോഹൻദാസ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. K. മോഹൻദാസ്. പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ M. ഷാജഹാൻ. വെരി ഇമ്പോർട്ടൻറ്റ്. പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? M. ഷാജഹാൻ. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ VP ജോയ്. വെരി ഇമ്പോർട്ടൻറ്റ്. 47ാമത് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ VP ജോയ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയി അടുത്തിടെ നിയമിതനായത് ആരാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിട്ട് നിയമിതനായത് തപൻ രായഗുരുവാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആരാണ്? തപൻ രായഗുരു. അടുത്തിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആയിട്ട് നിയമിതനായത് ആരാണ്? രാജു നാരായണ സ്വാമി. മലയാളിയാണ്. അടുത്തിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആയിട്ട് നിയമിതനായത് രാജു നാരായണ സ്വാമി. അടുത്തിടെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ്? ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികവർഗം, പട്ടികജാതിയുണ്ട്, പട്ടികവർഗമുണ്ട്. പട്ടികവർഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലേ? പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഹർഷ് ചൗഹാൻ. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? വിജയ് സമ്പാലയാണ്. വിജയ് സമ്പാല. വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ്? വിജയ് സമ്പാല.
ഇന്ത്യൻ ആർമി സ്റ്റാഫുകളുടെ വൈസ് ചീഫായിട്ട് നിയമിതനായ വ്യക്തി, വൈസ് ചീഫായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ചാന്തി പ്രസാദ് മോഹന്തിയാണ്. ഇന്ത്യൻ ആർമി സ്റ്റാഫുകളുടെ വൈസ് ചീഫായിട്ട് നിയമിതനായത് ചാന്തി പ്രസാദ് മോഹന്തി. അടുത്തിടെ ചീഫ് ഓഫ് സതേൺ എയർ കമാൻഡായിട്ട് നിയമിതനായത് ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. ചീഫ് ഓഫ് സതേൺ എയർ കമാൻഡായിട്ട് നിയമിതനായത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. അതുപോലെ ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ CEO ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RS ശർമ്മയാണ്. ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ CEO ആരാണ്? RS ഭാരത്. അതുപോലെ അടുത്തിടെ BFI, അതായത് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് സിംഗ് ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അജയ് സിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. BFIയുടെ ചെയർമാനായിട്ട് നിയമിതനായത് അജയ് സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2021 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നിന്നൊക്കെ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. നിങ്ങളുടെ അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പ്രശ്നമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഒരു ലൈക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്കോ കൊടുക്കാതെ പോകരുത്. തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.